അസ്സലാമലൈക്കും. എന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് സഹായിക്കണം. അതിനു വേണ്ടിയാണ്. എനിക്ക് 2 ചെറിയ മക്കളാണ്, പഠിക്കുന്ന മക്കളാണ്. ആ മക്കൾക്കൊരു വാപ്പ എന്ന ഒരു മേൽവിലാസത്തിൽ അവരെ കൂടെ കഴിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളുടെ കൈ നീട്ടുന്നത്. അതിന് നിങ്ങൾ പരമാവധി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ പ്രയാസമുണ്ട്. അർഹതപ്പെട്ട ഒരാളാണ് റഹീംക. അദ്ദേഹത്തിന്റെ ശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ 2 മണിക്കൂർ ഇടവിട്ടും ഈ ഒരു കേന്ദ്രത്തിന്റെ സഹായത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മഹല്ല് സെക്രട്ടറി ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മളെ ഓടത്തോടുള്ള റഹീംഖാനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാനുള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുവിധ ആളുകൾക്കൊക്കെ കണ്ടു പരിചയം റഹീംഖാനെ. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാൻസറിയാസിസ് എന്ന് പറഞ്ഞൊരു രോഗത്തിന് അഡിക്റ്റായി നിൽക്കാനും മാസം 1,40,000 രൂപയോളം ചെലവ് വരുന്ന അദ്ദേഹത്തിന്റെ മരുന്നിന് വേണ്ടി ചെറിയ സോഷ്യൽ മീഡിയയിലൂടെ ചെറിയ റീൽസുകളൊക്കെ ചെയ്ത് ചെറിയ പാട്ടുകളൊക്കെ പാടി അദ്ദേഹത്തിന് സംസാരിക്കാനും അതേപോലെ എല്ലാത്തിനും ബുദ്ധിമുട്ടുള്ള അദ്ദേഹം മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മരുന്നിന് വേണ്ടിയിട്ടുള്ള സംഖ്യ അങ്ങനെയാണ് കണ്ടെത്തുന്നത്. അത് ഫുള്ളായിട്ട് പൂർത്തീകരിക്കാനൊന്നും കഴിയാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളൂ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എല്ലാവരും തന്നെ സഹകരിച്ച് കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വയനാട് ജില്ലയിലെ മേപ്പാടി അടുത്തുള്ള ഓടത്തോട് പ്രദേശത്ത് നമ്മൾ റഹീം എന്ന വ്യക്തിയെക്കുറിച്ച് ഒരുവിധം സോഷ്യൽ മീഡിയ ആയിട്ട് കോണ്ടാക്റ്റുള്ള എല്ലാവർക്കും അറിയാൻ കഴിയും. പുള്ളി ഇങ്ങനെ ഒരു കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞ രോഗം നമ്മൾ തന്നെ പലപ്പോഴും ഇത് പേര് കിട്ടാൻ വേണ്ടി വിളിച്ച് ചോദിക്കലാണ്. ആരും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ രോഗം എന്ന് ചോദിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. വളരെ അപൂർവമായി, ലോകത്തിൽ തന്നെ വളരെ അപൂർവമായി കാണുന്ന ഈ രോഗം അത് പുള്ളി അതിനെ എങ്ങനെ തരണം ചെയ്യുന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇതിനെ നേരിടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവന് ചികിത്സക്ക് വലിയൊരു പണം ആവശ്യമായതും കണ്ടപ്പോൾ നമ്മൾ മഹലിനെ പോലും അറിയിക്കാതെ പുള്ളി സ്വന്തമായിട്ട് അതിന് ഫണ്ട് കണ്ടെത്തുന്ന രീതി പല